നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ് വാരിഗ്നൻസ് തിയറം, അല്ലെങ്കിൽ പറയുന്ന വേറൊരു പേരാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മൊമെൻറ്റ്സ്. അപ്പം നമ്മൾ സാധാരണയായിട്ട് എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് ഒന്നുകിൽ വാരിഗ്നൻസ് തിയറം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ് എന്ന് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് പേരും അറിഞ്ഞിരിക്കണം എന്താണെന്നുള്ളത്. രണ്ടും പറയുന്ന ഒരേ പ്രിൻസിപ്പിൾ തന്നെയാണ്, രണ്ട് പേരിൽ അറിയപ്പെടുന്നു എന്നതേ ഉള്ളൂ. അപ്പം എന്താണെന്ന് നോക്കാം. അപ്പോൾ വാരിഗ്നൻസ് തിയറം പറയുന്നത്, വാരിഗ്നൻസ് തിയറം സ്റ്റേറ്റ് ദാറ്റ് ദ മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് എബൌട്ട് എനി ആക്സിസ് ഇസ് ഈക്വൽ ടു ദി സം ഓഫ് ദി മൊമെൻറ്റ് ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ്സ് എബൌട്ട് ദാറ്റ് ആക്സിസ്. അതായത് നമ്മളിപ്പം ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യുകയാണ്, എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കമ്പോണൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഇതിനെ നമ്മൾ F1 സൈൻ തീറ്റാന്നോ കോസ് തീറ്റാന്നോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടുത്ത കമ്പോണൻ്റ് ആണ്, ഇത് F1 കോസ് തീറ്റ എന്ന് എടുക്കുന്നു. അപ്പം എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെ നമ്മൾ രണ്ടായിട്ട് മാറ്റി F1 സൈൻ തീറ്റയും F1 കോസ് തീറ്റയും. സോ നമുക്ക് F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സിന് മൊമെൻ്റ് ഉണ്ട്. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് മൊമെൻ്റ് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഏത് പോയിന്റിന് എബൌട്ടായിട്ടാണോ മൊമെൻ്റ് എടുക്കുന്നത് ആ പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് F1 ഫോഴ്സിനുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതാണ് F1 ഇൻറ്റു ഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ആ മൊമെൻറ്റ് എന്ന് പറയുന്നത് അതെന്തിനൊക്കെ ഈക്വൽ ആയിരിക്കും? അതായത് F1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു F1 സൈൻ തീറ്റ, F1 സൈൻ തീറ്റ ഇൻറ്റു ആ F1 സൈൻ തീറ്റയ്ക്ക് ആ സെയിം പോയിന്റിലേക്ക്, അതായത് F1-ന് നമ്മൾ മൊമെൻറ്റ് കണ്ടുപിടിച്ച അതേ പോയിന്റിലേക്ക്, ഇപ്പോൾ സപ്പോസ് O എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റിൽ എബൌട്ടായിട്ട് മൊമെൻറ്റ് കണ്ടുപിടിക്കേണ്ടതുണ്ടെങ്കിൽ F1 എന്ന് പറയുന്ന പോയിന്റ്, അല്ലെങ്കിൽ F1 എന്ന് പറയുന്ന ഫോഴ്സിന് ഓയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഇസ് ഡി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ F1 ഇൻറ്റു ഡി. അതേപോലെ തന്നെ F1 സൈൻ തീറ്റ ഇൻറ്റു ഓയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ദാറ്റ് ഇസ്, അതിനെ നമുക്ക് D1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ദെൻ ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ അടുത്ത കമ്പോണൻറ്റ് അത് ഏതാണ്? F1 കോസ് തീറ്റ ഇൻറ്റു D2 എന്നെടുക്കാം. അതായത് ഒരു ഫോഴ്സിനെ നമുക്ക് രണ്ട് കമ്പോണൻറ്റ്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ മെയിൻ ഫോഴ്സ് ഇൻറ്റു ഏത് പോയിന്റ് എബൌട്ടായിട്ടാണോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ മൊമെൻറ്റ് എടുക്കുന്നത് ആ പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് F1 ഇൻറ്റു ഡി എന്ന് പറയുന്നത്. ആ ഫോഴ്സിനെ നമുക്ക് എത്ര കമ്പോണൻ്റ് ആക്കി മാറ്റിയാലും ആ കമ്പോണൻസിൻ്റെ ആ കമ്പോണൻ്റ് ഇൻറ്റു അതിന് കറസ്പോണ്ടിങ് ഉള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ സമ്മേഷൻ ഈക്വൽ ആയിരിക്കും. ഇതാണ് ആ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. F1 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു F1 സൈൻ തീറ്റ ഇൻറ്റു D1. ആ D1ഉം D2ഉം എല്ലാം സെയിം O എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഏതൊക്കെ ഫോഴ്സിന്? D1 എന്ന് പറയുന്നത് F1 സൈൻ തീറ്റയ്ക്കും D2 എന്ന് പറയുന്നത് F2 സൈൻ തീറ്റയ്ക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും നമുക്ക് ആ ഒരു തിയറം പഠിക്കുമ്പോഴത്തേന്. അതായത് നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി, ഒരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സിന് കമ്പോണൻസ് ഉണ്ട്. ഫോഴ്സിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുന്നത്, മെയിൻ ഫോഴ്സിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് തിരിക്കുന്ന F1 ഇൻറ്റു D1 പ്ലസ് F2 ഇൻറ്റു D2 ഈക്വലൻ്റ് ആയിരിക്കും. അതായത് നമുക്ക് മെയിൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F ആയിരിക്കും, അതിന് മൊമെൻറ്റ് ഒരു O എന്ന് പറയുന്ന പോയിന്റിലേക്ക് എടുക്കുന്നു. സോ F ഇൻറ്റു ഡി ആയി. ദെൻ എഫിനെ നമ്മൾ രണ്ട് കമ്പോണൻസ് ആക്കി മാറ്റുന്നു, F1ഉം F2 ആയിട്ട്. അതിന് രണ്ടിൻ്റെയും മൊമെൻറ്റ് ആ സെയിം പോയിന്റിലേക്ക് എടുക്കുന്നു. അപ്പോൾ ആ രണ്ട് കമ്പോണൻസിൻ്റെയും മൊമെൻറ്റിൻ്റെ സമ്മേഷൻ ആയിരിക്കും മെയിൻ ഫോഴ്സിൻ്റെ മൊമെൻറ്റ് എന്ന് പറയുന്നത് അറ്റ് ദ സെയിം പോയിന്റ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കൺസിഡർ എ ഫോഴ്സ് ആക്ടിങ് അറ്റ് പോയിന്റ് എ. F1 ആൻഡ് F2 ആർ ദ കമ്പോണൻറ്റ്സ് ഓഫ് എഫ് എലോങ് എനി ടു ഡയറക്ഷൻ. അതായത് എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെ രണ്ട് കമ്പോണൻ്റ് ആക്കി മാറ്റുന്നു, F1 ആൻഡ് F2. അത് രണ്ട് ഡയറക്ഷനിലേക്കാണ്. മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് F ഇൻറ്റു ഡി ആണ്, വേർ ഡി ഈസ് ദ ആം ഓഫ് ഫോഴ്സ് എഫ് ആൻഡ് D1 D2 ആർ ദ ആം ഓഫ് ഫോഴ്സസ് F1 ആൻഡ് F2 റെസ്പെക്റ്റീവ്ലി. ദെൻ the sum of the moment of the components F1 and F2 about O എന്ന് പറയുന്ന പോയിന്റ് എബൌട്ട് ആയിട്ട് F1-ൻ്റെയും F2-ൻ്റെയും മൊമെൻറ്റ് എന്ന് പറയുന്നത് F1 D1 പ്ലസ് F2 D2 എന്നാണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? മെയിൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F ആണ്, അതേ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ് ടു ദി പോയിന്റ് O ഈസ് ഈക്വൽ ടു എഫിൻ്റെ ഫസ്റ്റ് കമ്പോണൻ്റ് ആയ F1 ഇൻറ്റു ആ F1-നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ് ടു ദി പോയിന്റ് D1
പ്ലസ് എഫിൻ്റെ രണ്ടാമത്തെ കമ്പോണൻ്റ് ആയിട്ടുള്ള F2 ആൻഡ് ദി കറസ്പോണ്ടിങ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D2 അപ് ടു ദി പോയിൻറ്റ് O ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു കമ്പോണൻ്റ് ആക്കിയും കൂടെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് F ഇൻറ്റു ഡിക്ക് ഇക്വലൻ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ F3 ഇൻറ്റു D3 ആയനെ. ക്ലിയർ ആയല്ലോ? സോ ഇത് പ്രൂവ് ചെയ്യുന്നതാണ് വാരിഗ്നൻസ് തിയറം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ് ആൻഡ് വൈ ആക്സിസ് കൺസിഡർ ചെയ്തു. ദെൻ ഒരു ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് എടുത്തു. ദെൻ അതിന് എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ തീറ്റ ആണ്. ദെൻ ആ ഫോഴ്സിനെ തന്നെ ഒരു ഫസ്റ്റ് കമ്പോണൻ്റ് ആക്കി മാറ്റി അതിനെ F1 എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. അതിന് എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് θ1. ദെൻ അടുത്ത ഫോഴ്സ് F2, ഈ എഫിനെ തന്നെയാണ് F2 ആക്കി മാറ്റിയത്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആക്സിസിലേക്കുള്ള F2ൻ്റെ ആംഗിൾ ദാറ്റ് ഇസ് θ2. ഇതാണ് ഇത് കാണിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ എഫിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ എക്സ് ആക്സിസിലേക്ക് ഡ്രോ ചെയ്തു. ദെൻ F1നെ ഡ്രോ ചെയ്തു. ദെൻ F2നെ ഡ്രോ ചെയ്തു. ദെൻ നമ്മൾ ആ ഡ്രോ ചെയ്ത് എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്ത പോയിൻറ്റിനെ JGE എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ എഴുതുന്നത് എന്താണ്, AE എന്ന് പറയുന്നത്. AE എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു AG പ്ലസ് GE. AG പ്ലസ് GE. ദെൻ നമ്മൾ ഇതാണ്ട് എഫിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ദെൻ അതിന് BH എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ദെൻ നമ്മളതിനിപ്പം മാറ്റി എഴുതുന്നത് എന്താണ്, AG പ്ലസ് GEക്ക് പകരം GE എന്ന് പറയുന്നതാണ് ഈ ഡിസ്റ്റൻസ് ആയിരുന്നു GE, അതിന് പകരം നമുക്ക് BH എന്ന് പറഞ്ഞ് എഴുതാം. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ബിയിൽ നിന്നും ദാണ്ട് ഇവിടേക്ക് ഒരു ലൈൻ വരച്ചു അല്ലേ. അപ്പോൾ ആ ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഒരു ഇക്വേഷൻ ജസ്റ്റ് ചേഞ്ച് കൊടുത്തു. BH ഇതാണ്. സോ ഈ BHന് ഒരു ചേഞ്ച് കൊടുക്കുന്നത് ഇൻ ടേംസ് ഓഫ് BDയുടെ ടേംസിന്. അപ്പോൾ BD എന്ന് പറയുന്നതാണ്ട് ഈ എഫിൻ്റെ ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നതിനാണ് BD എന്ന് പറഞ്ഞ് പേര് കൊടുത്തത്. ദെൻ അവിടെ ആംഗിൾ വേണം. ഇതാണ്ട് ഈ ആംഗിളും ഇതാണ്ട് ഈ ആംഗിൾ അതായത് നമ്മുടെ F2 എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിന് θ2 ആണ്. ആ സെയിം ആംഗിൾ തന്നെയാണ് ഇവിടെ വരുന്നത് θ2. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ഈ ഗ്രീൻ ലൈൻസ് ദാറ്റ് ഈസ് പാരലൽ ലൈൻസ് ആണ്. F2 എന്ന് പറയുന്നത് ഹൊറിസോണ്ടലുമായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ2 ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ പാരലൽ ലൈനും അടുത്ത് കിടക്കുന്ന ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇത് θ2. ദെൻ θ2നെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ഇതാണ്ട് ഈ ഒരു BDയിൽ ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോസ് റിലേഷൻ എഴുതാം. കോസ് θ2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് BH ഉണ്ട്. കാരണം BH ആണ് തൊട്ട് മുകളിൽ കിടക്കുന്നത്. BH ഡിവൈഡഡ് ബൈ BD. ദെൻ BHന് പകരം BD കോസ് θ2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഈ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നു. ദാണ്ട് ഈ ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. ദെൻ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റുന്നത് F കോസ് θ എന്ന് പറയുന്നത്. F കോസ് θ എന്ന് പറയുന്നത് മെയിൻ ഫോഴ്സ് ആണ്. ദാണ്ട് ഈ ഒരു റെഡ് ലൈൻ കാണുന്നത്. അത് തൊട്ടടുത്ത് കിടക്കുന്ന ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ θ ആണ്. സോ F അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് F കോസ് θ ഈസ് ഈക്വൽ ടു F1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ θ1നോട് അടുത്ത് കിടക്കുന്ന അടുത്തുള്ള ആ ഹൊറിസോണ്ടലിനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് F1 കോസ് θ1. നെക്സ്റ്റ് വരുമ്പോൾ F2 കോസ് θ2. അതായത് എഫിന് ആണ് അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡിൽ ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പം F കോസ് θ ഇസ് ഈക്വൽ ടു F1 കോസ് θ1 പ്ലസ് F2 കോസ് θ2. ദെൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, OA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫുൾ നമ്മളതിനെ എന്ത് ചെയ്യുന്നു, OA എന്ന് പറയുന്ന ലൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ OA എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ O എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലൈനിനകത്ത് വരുന്ന ഒരു പോയിൻ്റാണ്. ഇത് A പോയിൻ്റ്, എൻ്റെ അറ്റത്തുള്ള പോയിൻ്റാണ് O എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ F2നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. F2 എന്ന് പറയുന്ന ഫോഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തു. നമ്മൾ മൊമെൻ്റ് എടുക്കുന്നത് Oയ്ക്ക് എബോട്ടായിട്ടാണ്. സോ അവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ദാറ്റ് ഈസ് D2. അതേപോലെ തന്നെ F2 ലൈൻ പ്ലോട്ട് ചെയ്തു, അവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു. ദെൻ അതിനെ നമ്മൾ D എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ദെൻ F1 എന്ന് പറയുന്നതിന് Oയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, അതിനെ നമ്മൾ D1. F1നുള്ളത് D1, Fനുള്ളത് D ആൻഡ് F2നുള്ളത് D2.
സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഓരോ ഫോഴ്സേ കിട്ടിയുള്ളൂ. ഇത് എഫിൻ്റെ ഫോഴ്സ് കമ്പോണൻ്റ് ആണ് എഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞെടുത്തത്. അതിനുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? OA ആണ്. അപ്പോൾ ആ OA എന്ന് പറയുന്നതാണ്ട് ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഓയിൽ വെച്ചിട്ട് മൊമെൻ്റ് എടുക്കുമ്പം എഫ് കോസ് തീറ്റയുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് D ആണ്. ദെൻ F1 കോസ് തീറ്റയുടെ എന്ന് പറയുന്നത് ദാണ്ടേ ഈ D1 ആണ്. ദെൻ F2 കോസ് തീറ്റയുടേത് D2 ആണ്. അതാണ് ഇവിടെ എഴുതുന്നത്. OA F കോസ് തീറ്റ ഈസ് ഈക്വൽ ടു OA F1 കോസ് തീറ്റ 1 പ്ലസ് OA F2 കോസ് തീറ്റ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷനകത്തെല്ലാം OA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. OA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് ഉദ്ദേശിച്ചത്. അത് ഓരോ ഫോഴ്സിൻ്റെയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഇത് വരച്ച് വെച്ചിട്ടുണ്ട്. സോ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എഫ് കോസ് തീറ്റയുടെ OA എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് D ആണ്. ആൻഡ് F1 കോസ് തീറ്റ 1ൻ്റെത് D1 ആണ്. ദെൻ F2 കോസ് തീറ്റയുടെ കൂടെ D2 ആണ്. സോ നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റിൻ്റെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റത്തിനെയാണ്. അപ്പോൾ ഇതൊരു എക്സ്റ്റൻഷനാണ് നോൺ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റം എന്ന്. നോൺ കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ കേസസിൽ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് പല ഡയറക്ഷനിലും മീറ്റ് ചെയ്യാത്ത ഫോഴ്സിൻ്റെ കേസസിൽ നമുക്കിത് യൂസ് ചെയ്യാം എന്ന് പറയുകയാണ്. സോ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ മൊമെൻറ്റ് ഓഫ് റിസൾട്ടൻറ്റ് ഓഫ് എ സിസ്റ്റം ഓഫ് നോൺ കൺകറൻറ്റ് കോപ്ലനാർ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി എബൌട്ട് any point is equal to the algebraic sum of the moment of all the forces of the system about the same point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നിലധികം ഫോഴ്സസുകൾ പല പോയിന്റിൽ നിന്നും ഇങ്ങനെ ആക്ട് ചെയ്യുന്നു ഒരു സിസ്റ്റത്തിനകത്ത്. ഇപ്പോൾ ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിനകത്ത് ഒരുപാട് ഫോഴ്സ്, അതായത് F1 F2 F3 ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോഴ്സസ് ആക്ട് ചെയ്യാണ്. അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് മൊമെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ മൊമെൻറ്റ് ഓഫ് റിസൾട്ടൻറ്റ് ഓഫ് ഫോഴ്സ് സിസ്റ്റം ഓഫ് നോൺ കൺകറൻറ്റ് ഫോഴ്സ്. അപ്പോൾ ഇത് F1 F2 F3 എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഫോഴ്സ് ഈ ഒരു ബോഡിക്കകത്ത് ആക്ട് ചെയ്യുന്നു. ഇതിനൊരു റിസൾട്ടൻ്റ് ഉണ്ട്. ആ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും ആയിരിക്കും ആക്ട് ചെയ്യുന്ന. ആ റിസൾട്ടിനെ R കൊടുക്കുന്നു. ദെൻ R ഇൻറ്റു നമ്മൾ എടുക്കുന്ന പോയിൻറ്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു F ഇൻറ്റു D1 പ്ലസ് F2 ഇൻറ്റു D2 പ്ലസ് F3 ഇൻറ്റു D3 ആയിരിക്കും. അതായത് ഇത് നോൺ കൺകറൻറ്റ് ഫോഴ്സ് ആണ് എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അതിനൊരു റിസൾട്ടൻ്റ് ഉണ്ട്. ആ റിസൾട്ടൻ്റെ ഇൻറ്റു നമ്മൾ Oയ്ക്ക് എബോട്ടായിട്ടാണ് മൊമെൻ്റ് എടുക്കുന്നത്. സോ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D ആണെന്നുണ്ടെങ്കിൽ ഈ ഓരോ ഫോഴ്സിൻ്റെയും പെർപെൻഡിക്കുലർ, അതായത് ഈ F1ൻ്റെയും F2ൻ്റെയും F3യുടെയും റിസൾട്ടൻ്റ് ആണ് R. സോ Rന് എന്ത് മൊമെൻ്റ് കിട്ടുന്നോ എബൌട്ട് എനി പോയിൻറ്റ് എന്ന് ഉദ്ദേശിച്ചത് എബൌട്ട് O എങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിരിക്കും അതിൻ്റെ കമ്പോണൻസ് എന്ന് ഉദ്ദേശിക്കുന്ന F1 ഇൻറ്റു Oയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ടുള്ള D1. ദെൻ F2 എന്ന് പറയുന്ന ഫോഴ്സ് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ് ടു ദി O D2. ദെൻ അതേപോലെ തന്നെ F3യുടെ കേസിൽ. സോ ഇതാണ് വാരിഗ്നൻസ് തിയറം പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം മൊമെൻ്റ് എന്താണെന്ന് പറഞ്ഞു. മൊമെൻറ്റിൻ്റെ വാരിഗ്നൻസ് തിയറം, അതായത് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സിന് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ മെയിൻ ഫോഴ്സ് ഒരു പോയിന്റിലേക്ക് എടുക്കുന്ന മൊമെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കമ്പോണൻസ് ആ സെയിം പോയിന്റിലേക്ക് ഉണ്ടാക്കുന്ന മൊമെൻറ്റിൻ്റെ സമ്മേഷനിന് ഇക്വലൻ്റ് ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? സോ ഇതാണ് വാരിഗ്നൻസ് തിയറം എന്ന് പറയുന്നത്. നമ്മളിത് എക്സാമിന് ഈ ഒരു എന്താണ് വാരിഗ്നൻസ് തിയറം എന്ന് ചോദിക്കാറുള്ളതാണ്. ഇനിയും ഇത് വെച്ചിട്ടുള്ള അതായത് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഓക്കെ, താങ്ക് യു.